കാലത്ത് 5 മണിയായപ്പോൾ ലക്ഷ്മി ഉണർന്നിരുന്നു. അവൾ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ സുമിത്ര ചായ വയ്ക്കുകയായിരുന്നു. "ആ മോളെ, ഇന്നു മുതൽ കോളേജിൽ പോകണമല്ലേ? ഇന്നു മുതൽ പോയി തുടങ്ങണം. ഈ ആഴ്ച കൂടിയല്ലേ ഉള്ളൂ ക്ലാസ്. ഇനി ഓണമല്ലേ വരുന്നത്?" "അതെ അതെ, വ്യാഴാഴ്ച അത്തമാണ്." സുമിത്ര ഒരു കപ്പ് ചായ എടുത്ത് അവൾക്ക് നീട്ടി. "മോളെ, ദേ ആ നെയ്യപ്പമൊക്കെ എടുത്ത് കഴിക്ക്." ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കുറേ ഇരിപ്പുണ്ടായിരുന്നു. "അയ്യോ, എൻ്റെ അമ്മേ, ഇത്രയും കാലത്തെ എനിക്കൊന്നും വേണ്ടായേ." അവൾ സുമിത്ര എടുത്തു വെച്ചിരുന്ന അരി കഴുകി അടുപ്പത്തെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു. സുമിത്ര അപ്പോഴേക്കും തൊഴുത്തിലേക്ക് ഇറങ്ങിപ്പോയി. വൈശാഖനുള്ള കാപ്പിയുമായിട്ട് ലക്ഷ്മി മുറിയിലേക്ക് ചെന്നു. അവനും അപ്പോൾ ഉണർന്നു കിടക്കുകയായിരുന്നു. "ആ, ഞാൻ വിചാരിച്ചു നീ ഇനി എന്നെ ഇട്ടിട്ട് വീട്ടിലേക്ക് പോയോ എന്ന്." അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ്. പോയിരുന്നു. ഇപ്പോൾ കാലത്തെ വന്നതാണ്." "അയ്യോ, കാലത്തെ തമാശയാണോ? ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കട്ടെ?" "ഇയാള് ചിരിക്കുകയോ കരയുകയോ എന്താന്ന് വെച്ചാ ചെയ്യ്." അവൾ അലമാരയിൽ നിന്ന് ഒരു ചുരിദാർ എടുത്ത് പുറത്തേക്ക് വെച്ചു. ഒരു ഇളം റോസ് നിറമുള്ള ചുരിദാറാണ് അവൾ എടുത്തത്. "ആ, ഇന്ന് കോളേജിൽ പോകണ്ടേ? ഏട്ടനെ കെട്ടിപ്പിടിച്ചിരുന്നാണോ ഇന്ന് ബൈക്കിൽ പോകുന്നത്?" "അയ്യടാ, നല്ല കഥയായി. ആഗ്രഹമൊക്കെ കൊള്ളാം കേട്ടോ. എന്നാലേ ഞാൻ ബസ്സിന് പൊയ്ക്കോളാം. ഔദാര്യം എനിക്ക് ആവശ്യമില്ല." "ഓക്കേ മേഡം, ഞാൻ വെറുതെ നിർബന്ധിക്കുന്നില്ല." "മോളെ ലക്ഷ്മി, നീ എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറാൻ കൊതിക്കുന്ന ഒരു നിമിഷം വരും. ഇന്നൊരു ദിവസം നീ ആ ബസ്സിൽ പോയാൽ മതി." അവൻ മനസ്സിൽ പറഞ്ഞു. "മോളെ ലക്ഷ്മി." സുമിത്ര മുറിക്കകത്തേക്ക് വന്നു. "മോളെ, ഈ വലിയ മാല ഇട്ടോണ്ട് കോളേജിൽ പോകണോ? വേറെ ഏതെങ്കിലും ഒരു മാലയിലേക്ക് താലി ഇട്ടാലോ?" ഞാനും അത് ഓർത്തമ്മേ. വേറെ ഒരു ചെറിയ മാലയിലേക്ക് താലി ഇടാം." അവൾ ആഭരണപ്പെട്ടി എടുത്ത് കട്ടിലിൽ വെച്ചു. അതിൽ നിന്ന് ഒരു നേർത്ത മാലയാണ് അവൾ തിരഞ്ഞെടുത്തത്. വൈശാഖൻ ഇറങ്ങി വന്നപ്പോൾ ലക്ഷ്മി മാലയൊക്കെ മാറി ഇടുകയാണ്. അമ്മയും അടുത്തിരിപ്പുണ്ട്. വൈറ്റ് ഗോൾഡിന്റെ 2 കമ്പി വളകളും എടുത്ത് ലക്ഷ്മി കയ്യിലണിഞ്ഞു. "എനിക്ക് ഇന്ന് ഇത്തിരി നേരത്തെ പോകണം. 2 ദിവസം അടുപ്പിച്ച് അവധിയല്ലായിരുന്നോ?" വൈശാഖൻ ഒരു ഷർട്ടും എടുത്തിട്ടുകൊണ്ട് കണ്ണാടിക്ക് മുൻപിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. "അപ്പോൾ ലക്ഷ്മി മോൾ എങ്ങനെ പോകും? ആദ്യമായിട്ട് കുട്ടി തനിച്ച് ഇവിടെ നിന്ന് പോകേണ്ടേ മോനെ?" "ഞാൻ വീണയുടെ കൂടെ പൊയ്ക്കോളാം അമ്മേ. ഏട്ടൻ നേരത്തെ പൊയ്ക്കോട്ടെ." "ഞാൻ ഓഫീസിലെ രാജൻ ചേട്ടനെ വിളിച്ച് ചോദിക്കട്ടെ അമ്മേ. നേരത്തെ പോകേണ്ട എങ്കിൽ ലക്ഷ്മിയെ ഞാൻ കോളേജിൽ ഇറക്കാം." "അതാണ് മോനെ നല്ലത്. ഈ കുട്ടിയെ ഇങ്ങനെ ഇട്ട് വലയ്ക്കേണ്ട കാര്യമില്ലല്ലോ." സുമിത്ര വെളിയിലേക്ക് ഇറങ്ങി. "അയ്യോ വൈശാഖേട്ടാ." ലക്ഷ്മി വൈശാഖനെ പിടിച്ചു വലിച്ചു മാറ്റി. "എന്താ?" അവൻ ഞെട്ടിവിറച്ചുപോയി. "ദേ ഒരു..." അവൾ ഭിത്തിയിലേക്ക് വിരൽ ചൂണ്ടി. വൈശാഖ് നോക്കിയപ്പോൾ ഭിത്തിയിൽ ഒരു പാറ്റ ഇരിപ്പുണ്ടായിരുന്നു. "ഇത് കണ്ടിട്ടാണോ നീ കിടന്നു കാറിയത്?" ബാക്കിയുള്ളവന്റെ വയറ്റിൽ തീ കത്തിപ്പോയി. വൈശാഖൻ ലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടു. "എനിക്ക് ഈ ജീവിയെ മാത്രം ഭയങ്കര പേടിയാണ്." അവൾ ഭിത്തിയിലേക്ക് നോക്കി പറഞ്ഞു. "വേഗം പോയി റെഡിയാക്, നേരം പോകുന്നു." അവൻ പറഞ്ഞതും അവൾ തനിക്ക് ധരിക്കുവാൻ വെച്ചിരുന്ന ചുരിദാറുമായിട്ട് വാഷ്റൂമിലേക്ക് പോവാൻ തുടങ്ങി. വൈശാഖന് ഒരു കുസൃതി തോന്നി. അവൻ അവളുടെ പിൻകഴുത്തിൽ ഒന്ന് തോണ്ടി. "അയ്യോ ലക്ഷ്മി, ദേ നിന്റെ ദേഹത്ത് പാറ്റ." "അമ്മേ" എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ ഓടിവന്ന് അവനെ കെട്ടിപ്പുണർന്നു. അത്രയും വൈശാഖൻ പ്രതീക്ഷിച്ചില്ല. അവൻ നോക്കിയപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണ് അവൾ. "വൈശാഖേട്ടാ, അതിനെ ഒന്ന് എടുത്തു കളയ് പ്ലീസ്." "ഉടനൊന്നും നീ പോകണ്ട പാറ്റക്കുട്ടാ," അവൻ മനസ്സിൽ വിചാരിച്ചു. "വൈശാഖാ" എന്ന് വിളിച്ചുകൊണ്ട് വിജി മുറിയിലേക്ക് വന്നു. പെട്ടെന്ന് വൈശാഖനും ലക്ഷ്മിയും അകന്നു മാറി. "ആ, ലക്ഷ്മി പോകാൻ റെഡിയായില്ലേ? നേരം പോകും കേട്ടോ." വിജി പറഞ്ഞതും ലക്ഷ്മി വേഗം ബാത്റൂമിൽ കയറി. "നീ ഇന്ന് പോകണ്ട, 2 ദിവസം കൂടി കഴിയട്ടെ." "ഓ ഇല്ലടാ, മറ്റന്നാൾ ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പോഴാണെങ്കിൽ ഗോപേട്ടനും ഉണ്ടല്ലോ." "ഗോപനാണെങ്കിൽ തലേ ദിവസം വന്നിട്ട് പോയിരുന്നില്ല." "എങ്കിൽ നീ അങ്ങനെ ചെയ്യ്. ഇടയ്ക്ക് ഞാനും ലക്ഷ്മിയും കൂടി അവളുടെ വീട്ടിൽ വരുമ്പോൾ നിന്നെയും ഇങ്ങോട്ട് കൊണ്ടുവരാം." "അതൊക്കെ പിന്നത്തെ കാര്യമല്ലേടാ." "ശരി എന്നാ, നീ വേഗം റെഡിയാക്." വിജി മുറിക്ക് പുറത്തേക്ക് പോയി. ലക്ഷ്മിയാണെങ്കിൽ വേഷം മാറി ഇറങ്ങി വന്നു. അവൾക്ക് വൈശാഖന്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അതവന് മനസ്സിലാകുകയും ചെയ്തു. ഒരു പാറ്റ വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഉള്ളൂ നിനക്ക് അല്ലേ ലക്ഷ്മി?" വൈശാഖൻ ചിരിച്ചു. അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. "എന്തായാലും കൊള്ളാം കേട്ടോ." അവൻ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു. "എന്ത് എന്ത് കൊള്ളാമെന്ന്?" അവൾക്ക് ദേഷ്യം വന്നു. "ഞാനൊന്നും പറഞ്ഞില്ലേ എൻ്റെ പൊന്നോ." വൈശാഖനാണ് ആദ്യം ഇറങ്ങിയത്. ലക്ഷ്മിയും ഉണ്ണിമോളും വീണയും കൂടിയാണ് പോയത്.
ബസ്സിൽ ശ്വാസം പോലും വിടാൻ മേലാത്ത സ്ഥിതിയായിരുന്നു. ലക്ഷ്മിക്ക് മതിയായി. അച്ഛൻ്റെ കൂടെ കാറിൽ എന്നും പൊയ്ക്കൊണ്ടിരുന്നതാണ് താൻ. അവൾക്കാണെങ്കിൽ ദേഷ്യവും കരച്ചിലും വന്നു. വൈശാഖേട്ടൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു. പാവം, തന്നെ നിർബന്ധിച്ചതാണ്. കോളേജിലെത്തിയപ്പോൾ കൂട്ടുകാരികൾ എല്ലാവരും വട്ടം കൂടിയിരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അവർ. ഈ വർഷം കൊണ്ട് പഠിപ്പ് മതിയാക്കുമോടി നീ? മറീന ചോദിച്ചു. ഒന്ന് പോടി മിണ്ടാതെ. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, ഹൈ ഡിസ്റ്റിങ്ഷനും മേടിക്കും. നിന്റെ കെട്ടിയോൻ അതിന് സമ്മതിക്കുമോ? എന്താടി നീ ഇങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ കെട്ടിയോന് അതിൽ യാതൊരു കുഴപ്പവുമില്ല. എൻ്റെ ചേച്ചിയെ കെട്ടിച്ചു വിട്ടപ്പോഴും ടോം ചേട്ടൻ ഇതുതന്നെയാണ് പറഞ്ഞത്. പക്ഷേ പരീക്ഷ എഴുതാൻ അവൾ വലിയ വയറും താങ്ങി പിടിച്ചാണ് വന്നത്. മെറീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോടി പെണ്ണെ. ടോമല്ല, വൈശാഖൻ. എന്തായാലും നിന്റെ ആള് സുന്ദരനാണ് കേട്ടോ, എല്ലാവരും പറഞ്ഞു. താങ്ക്സ് ഡി. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കുകയാണ് ലക്ഷ്മി. എടി, എനിക്ക് സത്യം പറഞ്ഞാൽ വൈശാഖേട്ടനെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാടി. ആൾക്ക് ഒരു നല്ല ജോബ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആകെ വിഷമം. നിനക്കറിയാമോ, ഞങ്ങൾ ഇതുവരെയായിട്ടും മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവളുടെ സ്നേഹിതയായ പ്രിയ. എടി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നും അറിയാതെയാണോ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? പ്രിയ അവളോട് കയർത്തു. കാര്യമൊക്കെ ശരിയാടി. എൻ്റെ വീട്ടിലെ സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറിയപ്പോൾ എനിക്കൊട്ടും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. എന്തൊരു പൊട്ടിപ്പെണ്ണാണ് നീ. ആ ചേട്ടൻ പാവമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാണാമായിരുന്നു. ഇപ്പോൾ ആൾക്ക് കിട്ടിയ ജോബ് ചെറുതാണെന്നൊന്നും വിചാരിക്കേണ്ട. സ്വന്തമായിട്ട് ഒരു വരുമാനം പുള്ളി റെഡിയാക്കിയല്ലോ, പ്രിയ പറഞ്ഞു. ശരിയാടി, എനിക്കും ഇടയ്ക്കൊക്കെ തോന്നിയിരുന്നു ഏട്ടനെ ഞാൻ വിഷമിപ്പിക്കുകയാണെന്ന്. കുറ്റബോധത്താൽ ലക്ഷ്മിയുടെ മുഖം കുനിഞ്ഞു. എടി, അനൂപേട്ടൻ പറയുന്നത് കേൾക്കണം. ആ വൈശാഖേട്ടൻ എന്തൊരു പാവമാണെന്നോ. അത്രയും നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ നാട്ടിലില്ലെന്ന്. ആദ്യമൊക്കെ ഞാനും ഓർത്തു, നീ പറഞ്ഞപ്പോൾ ഒരു ജോലിയുമില്ലാത്ത പയ്യനെ നീ കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്ന്. പക്ഷേ അനൂപേട്ടനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നെ പറയാൻ ഇനി ഒരു ചീത്തയും ബാക്കിയില്ല. ലക്ഷ്മിക്ക് വല്ലാത്ത വിഷമം തോന്നി. സാരമില്ലടി, നീ അതൊക്കെ വിട്ടുകള. ഇനി മുതൽ നല്ല കുട്ടിയായിട്ട് ഇരുന്നോണം കേട്ടോ. ലക്ഷ്മിക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസം തോന്നി. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പ്രിയ. അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് തൻ്റെ ശ്വാസം നേരെ വീണത്. എങ്ങനെയെങ്കിലും വൈശാഖേട്ടനെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു അവൾക്ക്. എത്രയൊക്കെ അകൽച്ച കാണിച്ചുവെങ്കിലും ആ മനുഷ്യൻ എപ്പോഴൊക്കെയോ തൻ്റെ ജീവന്റെ ജീവൻ ആവുകയായിരുന്നു. തന്നെക്കാൾ കൂടുതൽ അനുജത്തിമാരെ സ്നേഹിക്കുന്നു എന്ന് തോന്നിയപ്പോൾ തനിക്കിത്തിരി കുശുമ്പ് തോന്നിയിരുന്നു. എന്നാലും വൈശാഖേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും തനിക്ക് പറ്റില്ല എന്നാദ്യമായി ഏട്ടൻ ജോലിക്ക് പോയ ദിവസം താൻ മനസ്സിലാക്കി. ഓരോ ദിവസം ചെല്ലുന്തോറും തനിക്ക് ഏട്ടനോടുള്ള ഇഷ്ടം കൂടി വരികയാണ് അവൾ ഓർത്തു. ഉച്ച കഴിഞ്ഞ് സെക്കൻഡ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ലക്ഷ്മിയെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചത്. അശോകൻ ലക്ഷ്മിയെ കാത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അയ്യോ അച്ഛാ, അച്ഛ എന്താണ് വന്നത്? അവൾ അശോകന്റെ അടുത്തേക്ക് ഓടി വന്നു. എല്ലാം പറയാം, മോള് വാ, അശോകൻ പറഞ്ഞു. അച്ഛൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ലക്ഷ്മിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഒന്നുമില്ല മോളെ, ദൈവാനുഗ്രഹത്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഈശ്വരൻ കാത്തു. എന്താ അച്ഛാ, കാര്യം പറയ്. ലക്ഷ്മി ഇപ്പോൾ കരയുന്ന മട്ടിലായി. വിറയ്ക്കുന്ന കൈകളോടെ അശോകൻ വണ്ടി ഓടിക്കുകയാണ്. നീ ഒന്ന് സമാധാനപ്പെട്, അച്ഛൻ കാര്യങ്ങളെല്ലാം പറയാം. എന്നെ വിഷമിപ്പിക്കാതെ ദൈവത്തെ ഓർത്ത് ഒന്ന് പറ. ആർക്കാണ് എന്താണ് അച്ഛാ പറ്റിയത്? മോളെ, അത് നമ്മുടെ വൈശാഖന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഉച്ചയ്ക്ക് ബാങ്കിലേക്ക് പോയതാണ്. റോഡ് ക്രോസ് ചെയ്തപ്പോൾ പെട്ടെന്നൊരു കാർ വന്ന് തട്ടി. കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ലക്ഷ്മിക്ക് താൻ എന്താണ് കേട്ടത് എന്ന് പോലും അറിയില്ലായിരുന്നു. തൻ്റെ വൈശാഖേട്ടന്. ഈശ്വരാ, എൻ്റെ ജീവൻ നീ എടുത്തോളൂ, എന്നാലും എൻ്റെ വൈശാഖേട്ടന് ഒന്നും വരുത്തരുതേ. എൻ്റെ മഹാദേവ, നീ അറിയാതെ ഒന്നും ഈ ലോകത്തിൽ നടക്കില്ല. എൻ്റെ വൈശാഖേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ലക്ഷ്മി ഇല്ല. എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞ് തൻ്റെ വൈശാഖേട്ടൻ്റെ ആയി തീരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. മോളെ, ഇറങ്ങ്. അച്ഛൻ വിളിച്ചപ്പോഴാണ് അവൾ അറിഞ്ഞത് തങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയെന്ന്. വിറയ്ക്കുന്ന കാലടികളോടെ ലക്ഷ്മി നടന്നു. അവൾ വീണുപോകുമോ എന്ന് ഭയന്ന് അശോകൻ മകളുടെ കയ്യിൽ പിടിച്ചു. ലക്ഷ്മിയെ കണ്ടതും ശ്യാമളയും ദീപയും കൂടെ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. സുമിത്രയും ശേഖരനും വിജിയും വീണയും എല്ലാവരുമുണ്ട്. അമ്മേ. സുമിത്രയെ കണ്ടതും ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. ഇല്ല മോളെ, നമ്മുടെ വൈശാഖന് ഒന്നും സംഭവിക്കില്ല. അവന് ഒരു കുഴപ്പവും വരില്ല. ശേഖരൻ അവളെ ആശ്വസിപ്പിച്ചു. നിമിഷങ്ങൾ എണ്ണി ഇരിക്കുകയാണ് ലക്ഷ്മി.
ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവൾക്ക്, വൈശാഖേട്ടന് ഒരാപത്തും വരുത്തരുതേ എന്നും. നിറമിഴികളോടെ ഇരിക്കുന്ന മകളെ കണ്ട് ചങ്ക് പൊട്ടിയിരിക്കുകയാണ് അശോകൻ. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണ്! തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കാനും മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? വൈശാഖൻ്റെ കൂടെ ഉള്ളതാരാ? ഇടയ്ക്ക് ഒരു സിസ്റ്റർ വന്ന് ഉറക്കെ ചോദിച്ചു. എല്ലാവരും കൂടി അവിടേക്ക് ഓടി. ഡോക്ടർ വിളിക്കുന്നു. അവർ പറഞ്ഞതും ലക്ഷ്മിയും ശേഖരനും കൂടി അകത്തേക്ക് കയറി. ഇരിക്കിരിക്ക്, ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞപ്പോൾ അവർ ഇരുന്നു. സി, വൈശാഖൻ്റെ തലയ്ക്കാണ് കൂടുതലും പരിക്ക് പറ്റിയത്. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. 2 സർജറി നടത്തി. ഇടത് കാലിന് ചെറിയ ഒടിവുണ്ട്. പിന്നെ ഇടത് കൈക്കും ചെറിയ പൊട്ടലുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ അയാൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയാൾ കോമ സ്റ്റേജിലാണ്. അതുകൊണ്ട് പേഷ്യന്റിന് ബോധം വരുമ്പോൾ നിങ്ങൾ അത്യാവശ്യം വേണ്ടപ്പെട്ടവർ അയാളെ കയറി കാണുക. ഡോക്ടർ പറഞ്ഞത് എല്ലാം കേട്ടിരിക്കുകയാണ് ലക്ഷ്മിയും ശേഖരനും. അപകടനില തരണം ചെയ്തു എന്ന് അറിഞ്ഞതും ലക്ഷ്മി 1 കോടി നന്ദിയാണ് ഈശ്വരനോട് പറഞ്ഞത്. അവനെ ഒന്ന് കാണുവാൻ അവരുടെ മനസ്സ് വെമ്പി. ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞു വൈശാഖന് ബോധം തെളിയുവാൻ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മിയും സുമിത്രയും ശേഖരനും വിജിയും കൂടെയാണ് അവനെ കാണുവാൻ കയറിയത്. എൻ്റെ മോനെ, സുമിത്ര മകനെ നോക്കി വിതുമ്പി. അമ്മ, അവൻ പതിയെ ചുണ്ടനക്കി. ഇതാരാണ്? വൈശാഖന് മനസ്സിലായോ? ഡോക്ടർ ശേഖരനെ ചൂണ്ടിയാണ് ചോദിച്ചത്. അവൻ ശേഖരൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അച്ഛൻ. അവൻ ചുണ്ടുകൾ അനക്കി. വെരി ഗുഡ് വൈശാഖൻ, ഡോക്ടർ അവനെ അഭിനന്ദിച്ചു. ഇനി ഇതാരാണെന്ന് പറയൂ. ഡോക്ടർ ഇത്തവണ വിജിയെ നോക്കിയാണ് ചോദിച്ചത്. വീണ, അവൻ പതിയെ പറഞ്ഞു. ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ വൈശാഖ്, ഡോക്ടർ അവനെ പ്രോത്സാഹിപ്പിച്ചു. ഇത് വീണ തന്നെയാണോ? ഒന്നുകൂടി നോക്കിക്കേ, ഡോക്ടർ വീണ്ടും അവനോട് ചോദിച്ചു. വിജി, അവൻ ഡോക്ടറെ നോക്കി പറഞ്ഞു. ഗുഡ്, വൈശാഖന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതും കൂടി ആരാണെന്ന് പറയൂ. ഡോക്ടറാണെങ്കിൽ ലക്ഷ്മിയെ അവൻ്റെ മുമ്പിലേക്ക് നീക്കി നിർത്തി. തൻ്റെ ഭാര്യയാണെന്ന് പറയേട്ടാ. അവൾ അവനെ നോക്കി. വൈശാഖൻ ആദ്യം കാണുന്നത് പോലെ അവളെ സൂക്ഷിച്ചു നോക്കി. ഡോക്ടർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വൈശാഖന് അവളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. വൈശാഖേട്ടാ, ഞാൻ ലക്ഷ്മിയാണ്. അടർന്നു വീണ കണ്ണുനീർ തുള്ളികൾ ഒപ്പിക്കൊണ്ട് അവൾ 1000 ആവർത്തി പറഞ്ഞുവെങ്കിലും അവന് അവളെ മാത്രം മനസ്സിലായില്ല. ഇതാരാണെന്ന് മനസ്സിലായോ വൈശാഖൻ? ഡോക്ടർ വേണുഗോപാൽ ഒന്നുകൂടെ ചോദിച്ചു. ഇല്ല എന്നായിരുന്നു അവൻ പറഞ്ഞത്. മോളെ ലക്ഷ്മി, സുമിത്ര അവളുടെ ചുമലിൽ പിടിച്ചു. വാ മോളെ, നമ്മൾക്ക് അങ്ങോട്ട് പോകാം. ശേഖരനും സുമിത്രയും കൂടി അവളെ പുറത്തേക്ക് കൊണ്ടുപോയി. വിങ്ങിപ്പൊട്ടിയാണ് അവൾ ഇറങ്ങി വന്നത്. ലക്ഷ്മിയെ മാത്രം അവൻ തിരിച്ചറിഞ്ഞില്ല എന്നറിഞ്ഞതും എല്ലാവർക്കും വലിയ വിഷമമായി. സാരമില്ല മോളെ, കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം റെഡിയാകും എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അശോകൻ അവളെ സമാധാനിപ്പിച്ചു. അച്ഛാ, അവൾ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. വൈശാഖേട്ടൻ എന്നെ പറ്റിക്കുന്നതാണോ അച്ഛാ? ചിലപ്പോൾ എന്നെ പറ്റിക്കുന്നതായിരിക്കും. അച്ഛനൊന്ന് കയറി ചെല്ലാമോ പ്ലീസ്? അവൾ അച്ഛൻ്റെ മുന്നിൽ കേണു. മോളെ, അച്ഛനെ ഇപ്പോൾ ആ ഡോക്ടർ വിളിച്ചിരുന്നു. അച്ഛനും ഗോപനും കൂടിയാണ് കയറിയത്. ഗോപനെ മാത്രമേ അയാൾക്ക് മനസ്സിലായുള്ളൂ. തൻ്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചതുപോലെ അവൾ അവിടെ കിടന്ന ഒരു ബെഞ്ചിലിരുന്നു. ഇടയ്ക്ക് 1-2 തവണ കൂടി ലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് കയറി ചെന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ലക്ഷ്മി, മോള് അശോകൻ്റെ കൂടെ മോളുടെ വീട്ടിലേക്ക് പൊയ്ക്കോ. എന്നിട്ട് നാളെ കാലത്തെ വന്നാൽ മതി. വെറുതെ ഇവിടെ ഇരിക്കേണ്ട മോളെ. ശേഖരൻ കുറേ പറഞ്ഞെങ്കിലും ലക്ഷ്മി പോകാൻ തയ്യാറായില്ല. വൈശാഖൻ ഒന്നുകൂടി ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അവളെ മനസ്സിലാക്കും എന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. അതുകൊണ്ട് ആരൊക്കെ നിർബന്ധിച്ചിട്ടും അവൾ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കിയില്ല. ശേഖരനും അശോകനും ലക്ഷ്മിയും കൂടെയാണ് അന്ന് ഹോസ്പിറ്റലിൽ നിന്നത്. സർജറിയൊക്കെ കഴിഞ്ഞതിനാൽ അന്ന് രാത്രി മുഴുവൻ അവൻ മയക്കത്തിലായിരുന്നു. അതുകൊണ്ട് അവർക്കാർക്കും അവനെ കയറി കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ വരെ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആൾ, തൻ്റെ പ്രാണൻ. ഈശ്വര, നീ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരുന്നു എങ്കിൽ തൻ്റെ വൈശാഖേട്ടനെ നീ എനിക്ക് തിരിച്ചു നൽകിയല്ലോ. അത് മതി, അതുമാത്രം മതി. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ വൈശാഖേട്ടൻ അറിഞ്ഞും അറിയാതെയും ആ പാവത്തിനെ ഒരുപാട് വിഷമിപ്പിച്ചു. ആ കാലിൽ വീണ് 1000 മാപ്പ് പറയുവാൻ അവളുടെ മനസ്സ് വെമ്പി. തന്നെ ഇനി ഒരിക്കലും തിരിച്ചറിയാതെ വരുമോ? മഹാദേവ, നീ എന്നെ പരീക്ഷിക്കുകയാണോ? വരുന്ന ശിവരാത്രി നോയമ്പ് ഞാൻ മുടങ്ങാതെ എടുത്തോളാമേ. എൻ്റെ വൈശാഖേട്ടൻ്റെ ഓർമ്മ നീ പെട്ടെന്ന് തിരിച്ചു കൊടുക്കണേ. അവൾ മിഴികൾ ഇറുക്കി അടച്ചു പ്രാർത്ഥിച്ചു.